ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കടച്ചക്ക വറുത്തരച്ച കറിയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അതിനായി ഒരു വലിയ കടച്ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 മുളക് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. 4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത്. ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇഞ്ചി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി വെളുത്തുള്ളി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി സവാള ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഉള്ളി ഒന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഏകദേശം ആയിക്കഴിഞ്ഞാൽ മുറിച്ചു വെച്ച കടച്ചക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ മുങ്ങി കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മസാലകൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇവയെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. മുകളിലായി കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. 2 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് ഒരു മുറി തേങ്ങ ചിരകിയത് ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു ഫ്രൈ പാനിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടെ മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം.
കറി നല്ല കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്. ഇനി നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് തരാം. ഇനി കുക്കർ തുറന്ന് അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കറി ഒന്ന് വറവിട്ടെടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പത്തിരി, ദോശ, ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.